ഗായ്സ്, അശബ്ദ ബെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ വിദ്യാഭ്യാസ ബന്ധമൊക്കെയില്ലേ. അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിലിരിക്കില്ല. അപ്പോൾ നമുക്ക് നല്ല ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചക്കയും ചാളക്കറിയും ചാള പൊരിച്ചതും എല്ലാം കൂടെ ഉള്ളൊരു ഉച്ചയൂണാണ്. നമ്മൾ ചക്ക അരിഞ്ഞ് ചക്ക വേവിക്കാൻ വെച്ചു. നമ്മൾ മീൻ കഴുകാൻ നമ്മുടെ ഉമ്മ കയറി. ഇതാണ് നമ്മുടെ ചാളയുടെ മുട്ട. നമ്മൾ മീൻ കഴുകി, അങ്ങനെ ഉമ്മ മീൻ കഴുകി, അങ്ങനെ നമ്മൾ മീൻ കറി വെച്ചു. നല്ല മീൻകറി. ഉമ്മ എനിക്ക് ഇച്ചിരി മീൻകറി ടേസ്റ്റ് ചെയ്യാൻ തന്നു. ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി ചക്കയൊക്കെ മരിഞ്ഞെടുത്ത് തിന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മീനിൻ്റെ മുട്ട വറുക്കുകയാണ്. നല്ല മീനിൻ്റെ നല്ല മുട്ട ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം. ഞാനത് നോക്കിയിരുന്നു. ഇതിട്ടുമ്പോൾ നല്ല ചോറിട്ടു. പിന്നെ നമ്മുടെ ചക്ക വേവിച്ചതും ഇച്ചിരി മീൻ മുട്ട ഫ്രൈയും. ഉമ്മച്ചി നമ്മുടെ മീൻ മുട്ടയ്ക്ക് പരഞ്ഞലെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം ചാളാപ്പുളിയും മുളകും കറി. അത് നമ്മുടെ ചക്കക്കുട്ടൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒത്തിരി നാൾ കൂടി എന്നിട്ട് നല്ല മുഴുത്ത ചാളയാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ ചാള അങ്ങനെ ഫ്രൈ ചെയ്ത് നമ്മുടെ ചോറ് കുട്ടപ്പൻ്റെ കൂട്ടത്തിലോട്ട് നമ്മൾ ചാള ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ ഇന്നത്തെ ശാപ്പാട് ചക്ക കൂട്ടിയുള്ള ഊണാണ്. നമ്മൾ ചോറ് കഴിക്കാൻ പോയി. ചോറും ചാള മുളവിട്ടതും ചക്ക ഉടച്ചതും ചാള മീൻ മുട്ട, പിന്നെ നമ്മുടെ മീൻ ഫ്രൈ, ഇതെല്ലാം കൂടി നമ്മളൊരു പിടി അങ്ങ് പിടിച്ചു. അത്രയുള്ളൂ. ബൈ ബൈ.